ആ അമ്മയുടെ സ്നേഹം മക്കളായ നമ്മളെല്ലാവരും തിരിച്ചറിയുന്നത് നമ്മൾ ഇതുപോലെ വലിയതാവുമ്പോഴാണ് അല്ലേ? ഇപ്പോഴാണ് എൻ്റെ ഉമ്മാനെ കൊണ്ട് മാത്രമേ എല്ലാ അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. എല്ലാ അമ്മമാരും അവരുണ്ടില്ലേലും അവർ മക്കളെ കൂട്ടാനല്ലേ നോക്കാറ്. തീർച്ചയായിട്ടും തന്നെക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഒരു ജീവിയുണ്ട്, അത് അമ്മ മാത്രമാണ്. ശരിക്കും അച്ഛനും അമ്മയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് തോന്നുന്ന ഒരു കരുതലും സ്നേഹവും അത് വേറെ തന്നെയാണ് അല്ലേ? ഇന്നിപ്പോ ആ അമ്മ ഇക്കയുടെ കൂടെയാണോ? എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ സിസ്റ്റം മകളുടെ കൂടെ അമ്മ ഉണ്ട്. പക്ഷെ മിക്കവാറും ദിവസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി കാണും. എൻ്റെ പെങ്ങളുടെ കൂടെ തന്നെയുള്ളത്. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് ആലുവയിൽ അങ്ങനെ കൂട്ടുകാർ പറഞ്ഞിട്ട് ഒരു പെട്ടിപ്പീടിക അല്ലെങ്കിൽ ഒരു ബേക്കറി ചെറുതായിട്ടുള്ളൊരു സംഭവമാണെങ്കിലും തുടങ്ങി. അന്ന് അതിനിട്ടിരുന്ന പേര് തന്നെയായിരുന്നോ റോയൽ ബേക്കറി എന്നുള്ളത്? അല്ല, അന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ബേക്കറി അല്ലല്ലോ സ്റ്റാർട്ട് ചെയ്ത്. ഫാൻസി പാലസ് എന്ന് പറഞ്ഞിട്ട് ഒരു അല്ല, ഞാൻ തുടങ്ങിയതും അത് തന്നെയാണല്ലോ. വളയുമാലയും വെക്കുന്ന കടയാണല്ലോ. അതിന്റെ പേര് ഫാൻസി പാലസ് ആയിരുന്നു. പിന്നെ പതിയെ പതിയെ കൺവെർട്ട് ചെയ്ത് ബേക്കറിയായി മാറിയത്. ബേക്കറിയായി മാറിയിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ ബേക്കറിക്ക് ഈ പേര് ചേരുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാനത് റോയൽ സ്വീറ്റ്സ് എന്നുള്ള പേര്. അതെ ഞാൻ ചോദിച്ചത്, ബേക്കറിയിലേക്ക് വന്നപ്പോഴേ ഇട്ട പേര് റോയൽ എന്നുള്ളതായിരുന്നു. ഒരു വർഷം കഴിഞ്ഞിട്ട് ചേർന്നില്ല. ഫാൻസി പാലസും വിൽക്കുന്ന കംപ്ലീറ്റ് ബേക്കറി സാധനമാണ്. അത് ചേരായിക വന്നപ്പോഴാണ് അനുജനും കൂടെ വന്നു. അപ്പൊ അനുജനും കൂടെ ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ റോയൽ. പുള്ളി ബികോമാണ്, എന്നെക്കാളും വിദ്യാഭ്യാസമുണ്ട്. അപ്പൊ ആ കാര്യത്തിൽ അനുജനാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ഉപദേശങ്ങൾ സ്വീകരിക്കുക അദ്ദേഹത്തിൻ്റെ അടുത്ത്. അപ്പൊ നമ്മൾ എന്ത് പേരിടണം, എങ്ങനെ ഒക്കെ എനിക്കൊന്നും അറിയില്ല എന്നുള്ളത് ഞാൻ പണ്ടേ സംഭവിച്ച കാര്യമാണ്. അതുകൊണ്ട് അദ്ദേഹമാണ് പിന്നെ റോയൽ സ്വീറ്റ്സ് നമുക്ക് പേരിടാം, അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒരു ബേക്കറിയും കൂടെ തുടങ്ങണം, അങ്ങനെയാക്കണം, നമുക്കിത് ഉണ്ടാക്കുന്ന കിച്ചൺ സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ പുള്ളിയുടെയും കൂടെ ഒരു ആഗ്രഹമാണ്. അത് വെച്ചാണ് പോയത്. ഓക്കെ. അപ്പം അങ്ങനെ പയ്യെ പോകെ ഇക്കയും ബിസിനസ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെ ബിസിനസ് ചെയ്യണമെന്ന് പഠിച്ചു. ആ സമയത്താണ് ഇക്ക മുന്നേ പറഞ്ഞ പോലെ പ്രാരാബ്ധം ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കുഞ്ഞു മനസ്സിലുണ്ടായിരുന്ന കുറേ അഭിനയമോഹങ്ങളും കാര്യങ്ങളും അതൊക്കെ അങ്ങ് പോയി. പിന്നെ പ്രാക്ടിക്കലായി ലൈഫ് അല്ലേ? പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ ലൈഫിലും ബിസി ആയിട്ടും ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തുമൊക്കെ ഇക്ക എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? കാരണം ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വേറെയൊക്കെയോ ഓരോരുത്തരും ഓരോരോ ലെവലിലേക്ക് എത്തി, അല്ലെങ്കിൽ അവരെ പോലെ കോളേജിൽ പോവുക, കോളേജ് ലൈഫ് നമ്മൾ സിനിമകളിലൂടെ കാണുന്നത് എന്ത് രസമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് ഇക്കയ്ക്ക് ഉണ്ടായിട്ടില്ല. അതൊക്കെ അപ്പം മിസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പിന്നെ വലിയ വിഷമമുണ്ടായി. കാരണം ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് ഞാൻ പറഞ്ഞില്ലേ, ബാത്റൂമിലേക്കുള്ള ക്യൂവിൽ ഒരു 10ാം സ്ഥാനം കിട്ടണമെന്നാണ് രാത്രി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്. സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളത് ഒരു കാർഡ്ബോർഡിൻ്റെ കഷ്ണമാണ്. 6 മാസം കൂടി ബാറ്റ ഷോറൂമിൽ വലിയ പെട്ടിയുടെ കാർഡ്ബോർഡിൻ്റെ കഷ്ണം കിട്ടും. ഒരു 6 മാസം കൂടുമ്പോൾ ആ പെട്ടി മാറ്റും. അപ്പോൾ ആ സെയിൽസ്മാനോട് പറഞ്ഞു നോക്കും, നല്ലൊരു പെട്ടി ഉണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് തരണേ. ഇപ്പോൾ 6 മാസം കൂടുമ്പോൾ ഞാൻ ഓരോ വണ്ടി വാങ്ങിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞ പോലെ അന്ന് 6 മാസം കൂടുമ്പോൾ മാറ്റുന്നൊരു സാധനം കിടക്കാനുള്ള കാർഡ്ബോർഡ് കഷ്ണമാണ്. അതാണ് സ്വന്തം എന്ന് പറയാൻ ആകെ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ആ സമയത്തൊക്കെ നാട്ടിൽ ഒരു 5-6 മാസം കഴിക്കുമ്പോൾ നാട്ടിലേക്ക് പോകുമല്ലോ. നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ ഒരു കലുങ്കുണ്ട്, പിള്ളേരൊക്കെ കൂടി ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൂട്ടുകാരന്മാർ, അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരന്മാർ, അന്ന് പെണ്ണൻ കോളേജിൽ ഇവിടേക്കാണ് പഠിക്കുന്നത്. 2 ഗേൾ ഫ്രണ്ട് ഉണ്ട് എനിക്ക്, മറ്റവന് ഇതുണ്ട്, എന്ത് നല്ല രസമുള്ള പെൺകുട്ടികളാണ് കോളേജിൽ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അന്നേരൊക്കെയാണ് ഈ ജീവിതത്തിൻ്റെ വിലയും കാര്യങ്ങളും. പ്രണയം എല്ലാവരും മനസ്സിലുണ്ടാവുമല്ലോ, പഠിക്കണമായിരുന്നു എന്നൊക്കെ തോന്നുന്നു. അന്നേരം ഭയങ്കര ഞാനിങ്ങനെ ആയിപ്പോയല്ലോ, ഇവരൊക്കെ പഠിച്ച് വലിയ ആളാകുന്നു, ഞാൻ മാത്രം ഇങ്ങനെ ആയിപ്പോയല്ലോ. പണ്ട് സാറുമാരൊക്കെ പറയാറുണ്ട്, ആ പഠിക്കാത്തതിൻ്റെ വില നിനക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞ് ആ വിലയൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴാണ്. അപ്പം എനിക്ക് ഒരു പെൺകുട്ടികളുള്ള കോളേജിലൊക്കെ പഠിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിച്ചു എന്നേ ഉള്ളൂ, കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല. അതൊക്കെ വലിയ വിഷമമായിരുന്നു. അതൊക്കെ ഞാനിപ്പം പ്രതികാരമായിട്ട് തീർക്കുന്നുണ്ട് കേട്ടോ. പ്രണയം തന്നെ പറഞ്ഞേ. അപ്പം ഈ ഞാൻ പറഞ്ഞില്ല, പണ്ട് എന്നോട് കലങ്കിലൊക്കെ പോയിരിക്കുമ്പോൾ സുഹൃത്തുക്കൾ പറയും, ഇത് എനിക്കൊരു കാമുകയുണ്ട്, ഞാൻ അവളെ കല്യാണം കഴിക്കും, അല്ലെങ്കിൽ ഈ വർഷവും കൂടി അവളുള്ളൂ, അടുത്ത വർഷം ഞാൻ കോളേജിൽ മാറുമ്പോൾ ആളെ മാറ്റും എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നുണ്ടല്ലോ, ഇന്ന് ഞാൻ അവരെയൊക്കെ ഇടയ്ക്ക് വിളിക്കും. അപ്പം അവരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എൻ്റെ പ്രായം അറിയാലോ. അപ്പം ഇപ്പം അവരൊക്കെ റിട്ടയർഡായി, കുറേ സ്കൂൾ മാഷൊക്കെ ആയിരുന്നു, പല ഓഫീസിലും റിട്ടയർഡായി, വീട്ടിൽ നടുവേദന, ഷുഗർ, അങ്ങനെ പലതും പറഞ്ഞ് വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ അവർ എന്നോട് ചോദിക്കും, റഫീഖൻ ചെയ്യുന്നത്, ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിച്ചു കൊടുക്കുക, 3 നായികമാരാണ്, 3 നായികമാർ. അപ്പോൾ അവർക്ക് ചെറുപ്പക്കാർ, പിന്നെ എല്ലാം 10-20 വയസ്സുള്ള നായികമാർ. അപ്പോൾ അതൊക്കെ ഒരു പ്രതികാരം. അതൊക്കെ ഞാനിങ്ങനെ ഇപ്പം അതൊക്കെ ആസ്വദിക്കുകയാണ്. അന്ന് ചെയ്ത് പോയ വിഷമമൊക്കെ ഇപ്പം ആസ്വദിച്ച് തീർക്കുകയാണ്.
പക്ഷേ ഓക്കെ, അപ്പം അതൊക്കെ മനസ്സ് വിഷമിച്ചിരുന്നിടത്തു നിന്നും ഇക്ക പിന്നെയും ലൈഫിലേക്ക് മുന്നോട്ട് പോയി, പിന്നെയും ബിസിനസ് ബിസിനസ് ബിസിനസ്. പിന്നീട് എപ്പോഴാണ് ഈ ഒരു 21ഓളം സിനിമകളിൽ ഷോർട്ട് ഫിലിമൊക്കെ ആയിട്ട് മിക്ക അഭിനയിച്ചു. അതിനകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് വെള്ളം എന്ന സിനിമ, ജയസൂര്യയുടെ ആ സിനിമയിലെ ഒരു കഥാപാത്രമാണ് എല്ലാവർക്കും ഇക്കയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ഷോർട്ട് ഫിലിമൊന്നും അധികമൊന്നും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അല്ല, ശരിക്കും 21 സിനിമകളിൽ മാത്രം അഭിനയിച്ചു. ഷോർട്ട് ഫിലിം കൂടാതെ ഷോർട്ട് ഫിലിം കൂടാതെ 11 സിനിമയിലെ നായക കഥാപാത്രമാണ്. വെള്ളത്തിനേക്കാളും നന്നായിട്ട് അഭിനയിച്ച കുറേ സിനിമകളുണ്ട്. പക്ഷെ ആളുകൾ കണ്ടെങ്കിലല്ലേ എൻ്റെ അഭിനയം കാണാൻ പറ്റൂ. വെള്ളം എന്ന സിനിമ ജയസൂര്യാണ്, പരിയേഴ്സൺ എന്ന സംവിധായകൻ്റെയാണ്. അതുകൊണ്ട് അത് കുറേ പേര് കണ്ടുകൊണ്ട് റഫീഖ് എന്ന നടനെ അറിയാം വെള്ളത്തിലാണ്. അതിനേക്കാളും നന്നായി അഭിനയിച്ച, ഞാൻ തന്നെ കഥയും തിരക്കഥ ചെയ്ത സിനിമകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഒരാഴ്ച തികച്ച് തിയേറ്ററിൽ ഓടിയാലല്ലേ ജനം എന്നെ അറിയൂ. ഞാനല്ല, ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയത് ഞാൻ സ്വന്തമായി കഥയും തിരക്കഥയും എഴുതി ഞാൻ 3 വേഷത്തിൽ അഭിനയിച്ച ഒരു സിനിമക്കാണ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും ആ സിനിമയും ജനങ്ങൾ അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ 21 സിനിമയിലും 12 സിനിമയിലും നായകനായിട്ട് അഭിനയിച്ച ഒരാളാണെന്ന് എനിക്ക് പറയാമെന്നല്ലാതെ ജനത്തിനറിയില്ല. ആകെ ജനത്തിന് ഇപ്പോൾ അറിയുന്ന വെള്ളം, അതാണ് കുറച്ച് നന്നായിട്ട് ഓടിയത്. ഇക്ക ഇത് ചിരിച്ചു പറയുന്നുണ്ട്, പക്ഷെ ആ ചിരിയുടെ പിന്നിലൊരു വേദനയുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നത്. കാരണം ഇതൊക്കെ ഇക്ക ഇഷ്ടം കൊണ്ടല്ല, ഇത്രയും പാഷനേറ്റ് ആയിട്ടാണ് ഇതിനകത്തേക്ക് അഭിനയിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് എന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ നല്ല സിനിമകളുടെ ഭാഗമാകാൻ കൂടുതലായിട്ടും പറ്റാതെ പോയത്, അതൊക്കെ എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ കുഴപ്പം തന്നെയാണ്. കാരണം ഇപ്പോൾ ഞാൻ ജോർജൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, സിനിമയ്ക്ക് വേണ്ടി അലഞ്ഞ് നടന്ന് വീട് പോലും നോക്കാതെ. ഞാൻ എപ്പോഴും കുടുംബത്തിന് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ബിസിനസ് ഡെവലപ്പായപ്പോൾ ഞാൻ സിനിമ വേണ്ടാന്ന് വെച്ചു. കാരണം എനിക്കെപ്പോഴും എൻ്റെ ആഗ്രഹങ്ങൾക്ക് മുകളിൽ എൻ്റെ ഫാമിലിയെ ഞാൻ വെക്കും. അപ്പോൾ ഇപ്പോഴും ഞാനൊരു ബിസിനസ്സുകാരനാണ്. എനിക്ക് ഇത് ഒഴിവാക്കിയിട്ട് സിനിമയ്ക്ക് വേണ്ടി അന്വേഷിച്ച് നടക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ചില ചെറിയ ചെറിയ സിനിമകളിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ കഥ എഴുതി തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഷോർട്ട് ഫിലിമുകൾ അഭിനയിക്കും. അങ്ങനെ എൻ്റെ അഭിനയമോഹം ഞാൻ തൃപ്തനാക്കി, ഞാൻ തന്നെ തൃപ്തിപ്പെടുകയാണ്. മറ്റൊരിലേക്ക് പോകാണെങ്കിൽ അതിന് സമയം ചെലവഴിക്കണം. അപ്പോൾ എൻ്റെ ബിസിനസ് അപ്പം അതിപ്പം അനുജൻ്റെ മക്കളൊക്കെ ബിസിനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പ്രായം അനുവദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സിനിമയിൽ സജീവമാകണമെന്ന ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ പ്രയോറിറ്റി എപ്പോഴും ഫാമിലിയും ബിസിനസ്സിനും. അത് കളഞ്ഞിട്ട് അത് 10-30 വർഷം കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പം അത് നശിപ്പിച്ചുകൊണ്ട് വേണം. അന്നും തീരുമാനിച്ചതാണ്. അന്നും ഞാൻ സിനിമയ്ക്ക് വേണ്ടി ബിസിനസ് തുടങ്ങാതെ സിനിമയുടെ പുറകെ നടന്നിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവും. പക്ഷെ അന്ന് വേണ്ട, കുടുംബത്തിനുള്ള ചെലവും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കുമെങ്കിൽ മതിയെന്ന് വെച്ചാണ്. നമ്മുടെ ഇപ്പോൾ മലയാള സിനിമ, ഇപ്പം എന്നല്ല കുറച്ച് നാളുകൾ എപ്പോഴാണെങ്കിലും മലയാള സിനിമാ മോഹം ഇതുപോലുള്ള പലരുമുണ്ട്. അവരൊക്കെ കുറേ പ്രവാസികളുമുണ്ട്. അവർക്കൊക്കെ സിനിമ എന്നുള്ളത്, സിനിമയുടെ ഭാഗമാവുക എല്ലാവർക്കും ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവിടുന്ന് അവർ ഇത്രയും വർഷം ജോലി ചെയ്ത പൈസയും കൊണ്ട് അവരിവിടെ വന്നിട്ട് സിനിമ നിർമ്മിക്കും, പ്രൊഡ്യൂസ് ചെയ്യുമ്പം അപ്പം എന്താ, നമ്മുടെ തന്നെ സിനിമയല്ലേ, നമുക്കപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഈസിയാണ് കുറച്ചും കൂടെ. വേറൊരാളുടെ അടുത്ത് പോയി ചാൻസ് ചോദിച്ച് നമുക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഇവർക്കൊക്കെ പൈസ ഉള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിലൊരു സ്പേസ് കിട്ടും. അപ്പോൾ ഇക്ക അങ്ങനെ ഒരു തോട്ട് ഒരിക്കലും, കാരണം ഇക്കയ്ക്ക് ഇപ്പോൾ ബിസിനസ്സിലൂടെ ഇത്രയും പൈസ ഓൾറെഡി ഉണ്ട്, ഇങ്ങനെ കാശ് ജനറേറ്റ് ചെയ്ത ഒരാളാണ്. അപ്പോൾ ആ പൈസ വെച്ചൊരു സിനിമ നിർമ്മിക്കാനോ അതിലൂടെ തൻ്റെ പ്രസൻസ് കുറച്ചും കൂടെ എവിഡൻ്റ് ആക്കാനോ അങ്ങനെ ഒന്നും ശ്രമിച്ചിട്ടില്ലേ? സിനിമ നിർമ്മിക്കാൻ ഒരു കൈവിട്ട കളിക്ക് ഞാൻ പോയിട്ടില്ല. ഷോർട്ട് ഫിലിമുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. സിനിമ നിർമ്മിക്കുക എന്നുള്ളത് അത് വേണ്ട എന്ന് വെച്ചിരിക്കുന്നതാണ്. അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അഭിനയിക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ കൈ പൊള്ളാതെ എന്നുള്ളതായിരുന്നു ഇത്.